എപ്പോഴും സ്വതന്ത്രരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഈ സ്വാതന്ത്ര്യത്തെ പറ്റി ഓർമ്മപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായ സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുക. നമുക്ക് ഏവർക്കും സുപരിചിതമായ ധൂർത്തപുത്രന്റെ ഉപമ. ദൈവസ്നേഹത്തെ പറ്റിയും കരുണയെ പറ്റിയും ഒക്കെ ധ്യാനിക്കുവാനായിട്ട് നമ്മൾ ഈ തിരുവചന ഭാഗം ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തെ പറ്റിയും ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്വതന്ത്രനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് തനിക്കുള്ളതെല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോകുന്ന പുത്രനെ നമ്മളിവിടെ കാണുന്നുണ്ട്. എന്നാൽ അവിടെ ഒന്നും സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് അവന് സാധിച്ചില്ല. പിന്നീട് അവനുണ്ടാകുന്ന തിരിച്ചറിവ്, എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോഴാണ് എനിക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുക എന്നതാണ്. പ്രിയമുള്ളവർ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിങ്കിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുക. ഒരു പുത്രന്റെ സ്വാതന്ത്ര്യം ഈ തപസ്സുകാലത്തില് ഈ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക്, ഒരു പുത്രിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.